നമ്മുടെ രേണുസുതിയുടെ പേരിൽ കേസ് കൊടുത്ത വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഡാൻസ് കളിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡിസ്ക്ലെയിമർ വെച്ചിരിക്കും. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു ആൽബത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത അറിയുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട് കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത അറിയില്ല. അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈന്റ് സൈബർ സെല്ലിൽ ഓക്കെ. അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ, എന്തൊക്കെയാ നീ പറഞ്ഞത്? അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. എന്റെ ജീവിതം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. വളരെ നല്ല കാര്യം. ഞാൻ വിചാരിച്ചു രേണുവിന്റെ പേരിലായിരിക്കും. എന്തായാലും എല്ലാവരുടെയും കൂടെ പേരുണ്ടല്ലോ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.